ഇനി നമ്മൾ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഇനി മുതൽ എന്ത് കാര്യം പറഞ്ഞാലും അവിടെ ആരെക്കുറിച്ച് നമ്മൾ പരാമർശിക്കും? ഗാന്ധിജിയെക്കുറിച്ച് പരാമർശിക്കും. അതുകൊണ്ട് തന്നെ എന്ത് പേരിലും വേണമെങ്കിൽ പറയാം. ഗാന്ധിയൻ കാലഘട്ടം എന്ന പേരിലും ഇനിയുള്ള കാലഘട്ടം പറയാം. അപ്പോൾ ഇനിയുള്ള കാലഘട്ടം നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഗാന്ധിയൻ കാലഘട്ടം എന്ന പേരിലും പറയാം. അപ്പോൾ 1917 മുതൽ പറയുന്ന എല്ലാ സംഭവങ്ങളിലും മഹാത്മാഗാന്ധിയെ പരാമർശിക്കാത്ത ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ആ എല്ലാ സംഭവങ്ങളും ഓരോന്നായിട്ട് നമുക്കിനി മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ സംഭവമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഓർക്കുക, 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം അല്ലേ? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമായിരുന്നു ഏതെന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജി മുൻപ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അല്ലേ? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസ് വാദിക്കാൻ വേണ്ടി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയി. പിന്നീട് അവിടെ തന്നെ താമസിച്ചു. അവിടുത്തെ ബോർ യുദ്ധത്തിലൊക്കെ എന്ത് ചെയ്തു? പരിക്കേറ്റവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ഒക്കെ രൂപീകരിച്ചു. സന്നദ്ധ സേവനമൊക്കെ നടത്തി. അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അങ്ങനെയുള്ള ഗാന്ധിജി 1915 ജനുവരി 9 ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. ഓക്കെ, ജനുവരി 9. അവർക്ക് ആ ഡേറ്റ് വളരെ പ്രാധാന്യമുണ്ട്. ജനുവരി 9. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഈ ജനുവരി 9 നമ്മളിപ്പോൾ പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ടാണ് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രവാസി ഭാരതീയ ദിവസ് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്? ജനുവരി 9. ഈ പ്രവാസി ഭാരതീയ ദിവസ് ആചരിക്കാൻ കാരണം എന്താണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് 1915 ജനുവരി 9. അതുകൊണ്ട് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗാന്ധിജി ഇവിടെ എത്തി. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയോട് പറഞ്ഞു, സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ത്യയൊട്ടാകെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ത്യയൊട്ടാകെ ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കണം എന്ന് ഗാന്ധിജിയോട് ഗോഖലെ നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഗാന്ധിജി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിലിടപെടാനും ശ്രമിച്ചു. അങ്ങനെ ആദ്യമായി അദ്ദേഹം ഇടപെട്ട ഒരു സംഭവമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജിയെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു സത്യാഗ്രഹം കൂടിയായിരുന്നു എന്നു പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ, ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ബീഹാറിലാണ് അല്ലേ? ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിലെ നീലം കർഷകർ, ഓക്കെ, അന്ന് നീലം കൃഷി ചെയ്തിരുന്നു. ലോകത്ത് നീലത്തിൻ്റെ വലിയ കുത്തകയും ഉണ്ടായിരുന്ന ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. ഓക്കെ, സ്വാഭാവിക നീലമാണെന്ന് ധാരാളമായിട്ടുണ്ടായിരുന്നു. കൃത്രിമ നീലം കണ്ടുപിടിച്ചിട്ട കാലം കുറച്ചായേ ഉള്ളൂ. അതിൻ്റെ തന്നെ കുത്തക ജർമ്മനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവിക നീലത്തിൻ്റെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടനായിരുന്നു. ബ്രിട്ടൻ അതൊരിക്കലും അവരുടെ രാജ്യത്ത് കൃഷി ചെയ്തിരുന്നില്ല. അവരെന്ത് ചെയ്തു? അവരുടെ കോളനി രാജ്യങ്ങളിൽ ഈ നീലം നിർബന്ധിച്ച് കൃഷി ചെയ്തിരുന്നു. അപ്പം അങ്ങനെ നിർബന്ധിച്ച് കൃഷി ചെയ്തിരുന്നത് കൊണ്ട് തന്നെ വളരെ തുച്ഛമായ വേതനമായിരുന്നു ഈ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി അവർക്ക് വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നടത്തിയ സമരമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2-3 കാര്യങ്ങളാണ്. ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് എന്ന് ചോദിച്ചാൽ 1917. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ആർക്ക് വേണ്ടിയാണ്? നീലം കർഷകർക്ക് വേണ്ടി. ബീഹാറിലെ ചമ്പാരൻ എന്ന ഗ്രാമത്തിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗാന്ധിജി ഫസ്റ്റ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് എന്ന് ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് ആരാണ് എന്നുള്ളതാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജ്കുമാർ ശുക്ലയാണ് എന്നോർത്തിരിക്കുക. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബീഹാറിലാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ബീഹാറിലെ ചമ്പാരനിലാണ് എന്നോർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്.